ഗൈസ് ഇതുണ്ടില്ലേ, എൻ്റെ കയ്യിലേ ഒരു സ്കോർപിയോ കാറൊക്കെ ഉണ്ട്. ഈ കാറിന് പിന്നെ എന്താണാവോ പറ്റിയേ, ഇത് സ്റ്റാർട്ട് ആവണില്ല. ഞാൻ കുറെ ശ്രമിച്ചു നോക്കിയേ. എനിക്ക് തോന്നണതേ ഈ വണ്ടി കേടായെന്നാ. നമുക്കപ്പോൾ അത് റിപ്പയർ ചെയ്യേണ്ടി വരും. നമുക്ക് പിന്നെ ഒരു മെക്കാനിക്കിനെ വിളിക്കാം, അതായിരിക്കും നല്ലത്. ഒരു മിനിറ്റ്, ഇതാരാ വിളിക്കണേ? ഇതാ നാറോട്ടോ അല്ലേ? എടാ നാറോട്ടോ, എന്താ വിളിച്ചേ? എന്താ കാര്യം? എടാ ജാക്കേ, അത് പിന്നെ ഇന്ന് ഞാനേ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്, നിന്റെ സിറ്റിയിൽ വരുന്നുണ്ട്. അത് ശരി, അത് കൊള്ളാലോ. എന്നാ പിന്നെ വായോ, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. ഗൈസ്, ഇവിടെ ഇപ്പോൾ നാരുട്ടോ നമ്മളെ വിളിച്ചേക്കാൻ കേട്ടാ. നാരുട്ടോ നമ്മുടെ സിറ്റിയിൽ വരുന്നുണ്ടെന്ന്. അവൻ പിന്നെ മിക്കവാറും ട്രെയിനിലാവും വരുന്നുണ്ടാവുക. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ടേ അവനെ പിക്ക് ചെയ്യാം. അവൻ മിക്കവാറും സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടാവും. റെയിൽവേ സ്റ്റേഷൻ പിന്നെ ഇവിടെ അടുത്താണ് കേട്ടാ, അതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ. ഇതെന്തത്, ട്രെയിനൊക്കെ പോകണ്ടല്ലോ. നാരോട്ടം മിക്കവാറും ഈ ട്രെയിനിലാവും വന്നിട്ടുണ്ടാവുക. അവനപ്പോൾ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടാവും, അവനവിടെ വെയിറ്റ് ചെയ്യണ്ടാവും. നമുക്കപ്പോൾ സ്റ്റേഷനിൽ കയറാം. ഇതെന്തത്, നാരോട്ടം അവിടെ ഇല്ലേ? അവനപ്പോൾ ട്രെയിനിലല്ല വന്നേ. അവൻ ട്രെയിനിൽ തന്നെ വരാ, അല്ലാണ്ട് പ്ലെയിനിലൊന്നും വരില്ല. നമ്മുടെ സിറ്റിയിൽ പിന്നെ എയർപോർട്ട് ഉണ്ട്, പക്ഷെ അവിടെ പ്ലെയിനൊന്നും ഓടില്ലേ. അവൻ ട്രെയിനിൽ തന്നെ വന്നിട്ടുണ്ടാവുക. ഇവിടെ പക്ഷേ റെയിൽവേ സ്റ്റേഷനിൽ നാരോട്ടോനെ കാണാനില്ല. എനിക്ക് തോന്നണതേ അവൻ ഓട്ടോറിക്ഷ വിളിച്ച് വീട്ടിൽ പോയിന്നാ. ഞാൻ പിന്നെ അവനോട് പിക്ക് ചെയ്യാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് അവൻ ഓട്ടോറിക്ഷ വിളിച്ച് വീട്ടിൽ പോയിണ്ടാവും. അവൻ മിക്കവാറും എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ടാവും. എന്നാൽ പിന്നെ നമുക്ക് വീട്ടിലേക്ക് പോവാം. അതെ, വീട്ടിലേക്ക് പോണേക്കാളും മുമ്പേ നമുക്ക് നാരോട്ടോക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാണ്ടാ. നമുക്കവന് ഒരു സർപ്രൈസ് കൊടുക്കാം. അവന് എന്തൊട്ടാ മേടിച്ചു കൊടുക്കുക? ഒരു കാര്യം ചെയ്യാം, നമുക്കവനെ ഒരു സൂപ്പർ കാർ വാങ്ങിക്കാം, അതായിരിക്കും നല്ലത്. ഇവിടെ പിന്നെ ഒരു ഷോറൂം ഉണ്ട്, ഇവിടെ നമുക്ക് കാറൊക്കെ മേടിക്കാൻ കിട്ടും. നമുക്കപ്പോൾ ഈ ബൈക്ക് ഇവിടെ സ്റ്റൈലിൽ പാർക്ക് ചെയ്യാം, എന്നിട്ട് ഷോറൂമിൽ കയറിയിട്ട് ഒരു കാറങ്ങ് മേടിക്കാം. ഇവിടെ ഷോറൂമിൽ കാറൊന്നും ഇല്ലേ? എനിക്കവിടെ ഒരു ബൈക്കൊക്കെ കാണാണ്ട്. എനിക്ക് പക്ഷെ ബൈക്കൊന്നും വേണ്ട, കാറാ വേണ്ട. ഇവിടെ ഏതൊക്കെ കാറല്ലേ? പോർഷ ഉണ്ട്. ലംബോർഗിനി മതിയാ? ലംബോർഗിനി വേണ്ട, ഈ ഫെരാറി മതി. ഫെരാറി കുഴപ്പമില്ലേ? നമ്മളങ്ങനെ ആ ഫെരാറിയുടെ കാറ് പർച്ചേസ് ചെയ്തു. ഇനി നമുക്കേ അതിൻ്റെ ഡെലിവറി എടുക്കാം. ഡെലിവറി പിന്നെ ഷോറൂമിൻ്റെ ബാക്കിലാ. അപ്പം ഇതാണ് നമ്മുടെ ബ്രാൻഡ് ന്യൂ ഫെരാറി. വണ്ടി നൈസായി കേട്ടാ, കാണാൻ ഒരു രക്ഷയില്ല. ഇനിയിപ്പോൾ നമുക്ക് ഈ വണ്ടി മോഡിഫൈ ചെയ്യാം. ഞാൻ എപ്പോഴും വണ്ടി മോഡിഫൈ ചെയ്യാറുണ്ട്. നമുക്കപ്പോൾ വർക്ക്ഷോപ്പിൽ പോവാം. അയ്യോ, ഇതിപ്പോൾ എന്താണ്ടായേ? ഞാൻ അറിയാണ്ട് ഒരാളെന്നെ വണ്ടി ഇടിച്ചു കൊന്നു. ഇപ്പോഴത്തെ പോലീസുകാരും എൻ്റെ പിന്നാലെ വരുന്നുണ്ട്. ആ പോലീസുകാർ എന്നെ വെറുതെ വിടില്ല, അത് ഉറപ്പാ. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, നമുക്കില്ലേ ഈ പോലീസുകാരെ തീർത്തളയാം. എല്ലാത്തിനും തീർത്തളയാം, ഒരാളിനും ബാക്കിയേക്കണ്ട. ചാവട അങ്ങോട്ട്, ചാവ്. ഇവന്മാരുടെ വിചാരേ എന്നെ സുഖമായിട്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന. പക്ഷെ അവർക്ക് അറിയില്ല ഞാൻ ഈ സിറ്റിയിൽ വലിയൊരു ഗ്യാങ്സ്റ്ററാന്ന്. എന്നിട്ടായാലും എല്ലാത്തിനും തീർത്തളയാം. ഓക്കെ, ഇവിടെ ഞാൻ എല്ലാത്തിനും തീർത്തളഞ്ഞു, ഒരാളിനും ബാക്കി വെച്ചില്ല. നമ്മുടെ വണ്ടിക്ക് പിന്നെ ഒന്നും സംഭവിച്ചില്ല കേട്ടാ, ഒരു സ്ക്രാച്ച് പോലും വന്നില്ല. അതിപ്പോൾ ഏതായാലും നല്ല കാര്യമാണ്. ഇനിയിപ്പോൾ നമുക്കേ നേരെ വർക്ക്ഷോപ്പിലേക്ക് പോവാം. ഇവിടെ പിന്നെ അടുത്തേ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്, അത് ബെന്നിയുടെ വർക്ക്ഷോപ്പാ. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഗൈസ്, അതിനു മുൻപേ ഈ വീഡിയോ ഇതൊരിക്കും ലൈക്ക് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാട്ടാ. അതുമാത്രമല്ല, ചാനൽ ഇതൊരിക്കും സബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. നമുക്കപ്പോൾ വർക്ക്ഷോപ്പിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് ബെന്നിയുടെ വർക്ക്ഷോപ്പ്. ബെന്നി പിന്നെ പെടയായിട്ട് വണ്ടികൾ മോഡിഫൈ ചെയ്യേ. നമുക്ക് ഈ വണ്ടി അകത്തേക്ക് കയറ്റാം, എന്നിട്ടത് പെടയായിട്ട് മോഡിഫൈ ചെയ്യാം. ആദ്യം എന്താ ചെയ്യണ്ടേ? നമുക്ക് ആദ്യം ഈ വണ്ടിയുടെ കളർ മാറ്റാം, ഓറഞ്ച് കൊടുക്കാം. നാറുട്ടോയുടെ ഫേവറേറ്റ് കളർ ഓറഞ്ചാണ്. ഗ്ലാസ് ടിൻ്റ് അടിക്കാം, അതും ഓറഞ്ച് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യണ്ടേ? ഇനിയിപ്പോൾ അലോയ്സ് മാറ്റാം, അലോയ്സിനും ഓറഞ്ച് തന്നെ കൊടുക്കാം. പിന്നെ അതിൽ സ്റ്റിക്കറൊക്കെ ഒട്ടിക്കാം. ഞാൻ പിന്നെ ടയറിൻ്റെ സൈസൊന്നും കൂട്ടിയില്ല, ചിലപ്പോൾ അത് കാണാൻ ബോറാവേ. നമുക്ക് ഫ്രണ്ടിൽ, സൈഡിൽ, ബാക്കിൽ എല്ലായിടത്തും സ്റ്റിക്കർ ഒട്ടിക്കാം. വണ്ടിക്ക് ചെറിയ ലുക്കൊക്കെ വന്നിട്ടുണ്ട്. ഇനി നൈട്രോ ഇൻസ്റ്റാൾ ചെയ്യാം.
ബോഡി കളറ് സ്മോക്ക് കളറ് ഓറഞ്ച് കൊടുക്കാം. ഓക്കെ, നമ്മളങ്ങനെ വണ്ടി പെടായിട്ട് മോഡിഫൈ ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. നാറൂട്ടോ നമ്മളെ വെയിറ്റ് ചെയ്യണ്ടാവും. ഞാൻ പിന്നെ ഇതിൽ നൈട്രോ ഇൻസ്റ്റാൾ ചെയ്തു. അതുകൊണ്ട് ഈ വണ്ടിയെ നല്ല സ്പീഡിൽ പോവേ. അതിപ്പോൾ ഏതായാലും നന്നായി. ഓക്കെ, നമ്മളങ്ങനെ വീട്ടിലേക്ക് വന്നേക്കാ. ഏയ് ഇതെന്തത്? നാറൂട്ടോ വീട്ടിലേക്ക് വന്നില്ലേ? ആ, നമുക്ക് റോക്കിയോട് ചോദിച്ചു നോക്കാം. എടാ റോക്കി, നാറൂട്ടോ ഇങ്ങോട്ടേക്ക് വന്നില്ലേ? നാറുട്ടോയാ? അതാരാ? ഇവിടെ ഇപ്പൊ ആരും വന്നിട്ടൊന്നുമില്ല. അയ് ശരി, നാറൂട്ടോ അപ്പോൾ വീട്ടിലേക്ക് വന്നില്ലേ? ഒരു മിനിറ്റ്. ആ, നാറൂട്ടോ തന്നെ വിളിക്കണു. എടാ നാറൂട്ടോ, നീ എവിടെയാ? എടാ ജാക്കേ, അതെ, നൈസായിട്ട് പണിപ്പാളി. എന്നെ ആരോ കിഡ്നാപ്പ് ചെയ്തേക്കാ. ആ ഗ്രാനിയില്ലേ, ആ ഗ്രാനിയുടെ ഗ്യാങ്ങാണ് എന്നെ കിഡ്നാപ്പ് ചെയ്തേ. എടാ നാറൂട്ടോ, നീ എന്തി പറയണ്? നിന്നെ ഗ്രാനി കിഡ്നാപ്പ് ചെയ്യേ? നീ ഇപ്പൊ എവിടെയാ? എടാ ജാക്കേ, ഞാനിപ്പോ ഏതൊരു കാട്ടിലാണല്ലേ. ഈ കാട്ടിലെ ഒരു വീടുണ്ട്, ഒരു പഴയ വീട്. അവിടെ ഗ്രാനി കൊണ്ടുവന്നേ. ആടാ, എനിക്ക് മനസ്സിലായി, സ്ഥലം മനസ്സിലായി. ഗൈസ്, അതെ, നൈസായിട്ട് പണിപ്പാളിട്ടാ. നമ്മുടെ നാറൂട്ടോനെ ആ ഗ്രാനിയില്ലേ, ആ ഗ്രാനിയുടെ ഗ്യാങ് വന്ന് കിഡ്നാപ്പ് ചെയ്തു. അവരിപ്പോ കാട്ടിലുണ്ടെന്ന്. ആ കാട്ടിൽ പിന്നെ ഒരു വീടില്ലേ, ഒരു പഴയ വീട്, അവിടെ ഉണ്ടെന്നാ നാറൂട്ടോ പറഞ്ഞേ. എന്നാ പിന്നെ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഓക്കെ, അപ്പം ഇതാണ് നാറൂട്ടോ പറഞ്ഞ സ്ഥലം. ഈ കാണുന്ന വീട്ടിലാ ആ ഗ്രാനിയുടെ ഗ്യാങ് ഉള്ളത്. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, ആ ഗ്രാനിനെ അങ്ങ് തീർത്തളയാം. എടി ഗ്രാനി, പുറത്തേക്ക് വാ. ഇന്ന് നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. നാറൂട്ടോനെ കിഡ്നാപ്പ് ചെയ്യാറായ ഇപ്പം ശരിയാക്കി തരാം. അയ്യോ, ഇതെന്തത്? ഈ ഗ്രാനിക്ക് നല്ല വലിപ്പമുണ്ടല്ലോ. ഇത് സാധാ ഗ്രാനി അല്ല, ഇത് ജൈന്റ് ഗ്രാനിയാ. ജൈന്റ് ഗ്രാനിയുടെ ഗ്യാങ് ആണ്. എന്നിട്ടായാലും ഇവന്മാർ തീർത്തളയാം. എനിക്കിപ്പോൾ ഒരാളിനും പേടിയില്ല. ചാവ് അങ്ങോട്ട്, ചാവ്. എൻ്റെ കയ്യിൽ പിന്നെ AK-47 ഉണ്ട്. ഇത് വെച്ചാൽ എല്ലാത്തിനും തീർത്തളയാം. ഓക്കെ, നമ്മളങ്ങനെ എല്ലാത്തിനും തീർത്തളഞ്ഞു. ഏയ് ഇതെന്തത്? പോലീസുകാർ ഇങ്ങോട്ടേക്ക് വന്നല്ലോ. ഇവരിപ്പം തന്നെ ഇങ്ങോട്ടേക്ക് വന്നേ? എന്നെ അറസ്റ്റ് ചെയ്യാനാണോ? ഏയ് ഈ സിംഹത്തിന് എന്താ പ്രശ്നം? പോടന്ന് ദേ അവിടെ കണ്ടം വഴി ഓടി. ഓക്കെ, ഇവിടെ ഞാൻ പോലീസുകാരെയും തീർത്തളഞ്ഞു. ഒരാളിനെയും ബാക്കി വെച്ചില്ല. എടാ നാറൂട്ടോ, എവിടെയാ? പുറത്തേക്ക് പോയോ? എടാ ജാക്കേ, നീ വന്നാ? എന്നിട്ടായാലും നീ കറക്റ്റ് ടൈമിൽ വന്നേ. ഇല്ലായിരുന്നെങ്കിൽ പണിപ്പാളിയേനെ. എടാ നാറൂട്ടോ, നീ എന്തീ പറയണ്? അതെ, ഞാനിവിടെ ഉള്ളപ്പോഴേ നിനക്കൊന്നും സംഭവിക്കില്ല. അതെ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ നിന്ന് പോവാം. ഇവിടെ നിന്ന് നിൽക്കണ്ട. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ചാനൽ സബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.